ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ഒരു കയർ കൊടുക്കുന്നു. ആ കയറിൽ 3 കളറുണ്ട്, റെഡ്, ബ്ലൂ, പിന്നെ ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ അറിയില്ല. അതിൽ ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുന്നവരെല്ലാം ആ കയറിൽ പിടിച്ചുകൊണ്ടിരിക്കണം. ആ കയർ ഒരു കാരണവശാലും അവരുടെ കയ്യിൽ നിന്ന് വിടാൻ പാടില്ല. ആ കളറിൽ തന്നെ പിടിച്ചിരിക്കണം. ആ കളറിൽ നിന്ന് കൈ എടുക്കാൻ പാടില്ല. എടുത്താൽ ആള് പുറത്താവും. ഇതാണ് ടാസ്ക്. നിങ്ങളെല്ലാം പ്രൊമോ കണ്ടല്ലോ. നെവിൻ അനുമോൾക്കെതിരെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്താ വെച്ചാൽ മുഖത്ത് വെള്ളം തളിക്കുന്നു. അതുപോലെ തന്നെ അനുമോൾ ഡിസേർവിംഗ് അല്ല, ഇതിന് ഡിസേർവിംഗ് അല്ലാത്ത ഒരാള് ഈ ഇത് പിടിച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഡയലോഗ് ഒക്കെ വിടുന്നത്. ഈ നിവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. എന്നുവെച്ചാൽ നിവിൻ എല്ലാ ഫ്രോഡ് പരിപാടിയും ചെയ്യും. എന്നിട്ട് ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ പൊട്ടൻ കളിക്കും. വെറും പൊട്ടനെ പോലെ കളിക്കും. അവൻ പൊട്ടനൊന്നുമല്ല, അവൻ പൊട്ടൻ കളിക്കുന്നതാണ്. ലാലേട്ടന് പോലും അവനോട് സംസാരിക്കുന്നത് ഇറിറ്റേറ്റ് ആണ്. എന്നുവെച്ചാൽ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യത്തിനല്ല ഇവൻ ഉത്തരം പറയുന്നത്. ഇവൻ കാട് കയറി ഞാൻ ഇങ്ങനെയുള്ള ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ആ ആക്ഷൻ കാണിച്ചിട്ട് ഒരു ഞാൻ എന്തോ ഒരു കൊമേഡിയനാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നെ നിങ്ങൾ വേണം സഹിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലൊക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരിക്കും നമ്മൾ ഈ അക്ബറിനെ പറയും, അക്ബർ ആണ് അവിടുത്തെ ക്രൂക്കറ്റ് മൈൻഡ് എന്നൊക്കെ പറയും. ഒരിക്കലും അല്ല. ഞാൻ പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഒരു ക്രൂക്കറ്റ് മൈൻഡിൽ ഗെയിം കളിക്കുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് നെവിൻ തന്നെയാണ്. പിന്നെ ഇവൻ എന്ത് ചെയ്യും? അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന പോലെ പൊട്ടത്തരം കാണിക്കും. എന്നിട്ട് ഞാൻ പൊട്ടനാണെന്നുള്ള രീതിയിൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ പൊട്ടനാണെന്ന് അഭിനയിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഇവനോട് ചോദിക്കാനല്ല ഇവൻ മറുപടി പറയുന്നത്. ഇവൻ വേറെ കാട് കയറിയൊക്കെ പൊക്കളയും. പ്രത്യേകിച്ച് ഇവന് അനുമോളോട് ഭയങ്കര ദേഷ്യമാണ്. അതിന് കാരണമുണ്ട്. ഞാൻ ഈ പ്രൊമോ കണ്ട ഇതിലാണ് പറയുന്നത് കേട്ടോ. ആ പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നെവിൻ അവിടെ അനുമോള് ക്യാപ്റ്റനായിരിക്കാൻ വേണ്ടി അനുമോളെ അത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളുടെ ദേഹത്തേക്ക് വെള്ളം എടുത്തൊഴിക്കുന്നുണ്ട്, കൈ കുടയുന്നുണ്ട്, വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അനുമോളെ എങ്ങനെയെങ്കിലും ആ കൈ വിടിയിക്കണം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇവൻ നിൽക്കുന്നത് അറിഞ്ഞിട്ടായിരിക്കാം. ഇനി ആര്യനും ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്ലാനിങ് ആണോന്നും അറിയില്ല. ആര്യൻ അവിടെ തന്നെ പോയി നിൽക്കുന്നുണ്ട്. ഈ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇവർ പോയി നിൽക്കുന്നുണ്ട്. ഈ നെവിൻ വാഷ് ചെയ്യുന്ന സ്ഥലത്ത്. ഇനി ഇവരുടെ മൊത്തത്തിലുള്ള പ്ലാനിങ് ആണോ എന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യമേ കണ്ടതാണ് ഈ കൂട്ടം കൂടി അനുമോളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തുടരുന്ന ഗ്യാങ്ങിലുള്ളതാണ് ഈ പറയുന്ന നെവിന്, ആര്യൻ, അതുപോലെ തന്നെ അക്ബർ. ഇവർ 3 പേർക്കും ഇപ്പോഴും അനുമോളോട് നല്ല ദേഷ്യവും ഒക്കെ ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറയാൻ വന്നത് നെവിന് അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം. എന്ന് വെച്ചാൽ നെവിനും ഇതുപോലെ ദേഷ്യം ഉണ്ടാകാൻ കാര്യം ജിസേൽ ഔട്ടായതാണ്. അതുപോലെ തന്നെ ആര്യനെയും ജിസേലിനെയും കുറിച്ച് ഈ പറയുന്ന അനുമോള് കണ്ട കാര്യം കണ്ടു എന്ന് പറഞ്ഞു. അതിപ്പോഴും അവരുടെ എല്ലാം മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് അക്ബറിന് അതിനകത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അക്ബറിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ അക്ബറിന് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ അക്ബർ ഇവർക്ക് വേണ്ടി നിന്ന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ ആ കാര്യത്തിൽ. പക്ഷെ നെവിൻ അത് പേഴ്സണലായിട്ട് എടുത്തിട്ട് ഈ ജിസേല് പുറത്താകാൻ കാര്യം ഇതാണ്, അതുപോലെ തന്നെ ജിസേലിനെയും ആര്യനും കൂടെ മോശമാക്കി സംസാരിച്ചു. അതിൽ ജിസേലിനെ മോശമാക്കിയതാണ് ഇവന് സഹിക്കാൻ പറ്റാത്തത്. എന്നുവെച്ചാൽ ജിസേൽ ഔട്ടാവുന്ന സമയത്ത് തന്നെ ജിസേലിനോട് പോയിട്ട് പറയുന്നുണ്ട് ഇവിടെ കാര്യം ഞാൻ ഏറ്റു എന്നുള്ളത്. എന്നുവെച്ചാൽ അത്രയ്ക്ക് വാശിയും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളായിട്ട് എനിക്ക് നെവിനെ പല സമയത്തും തോന്നിയിട്ടുണ്ട്. ക്രൂക്കഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അക്ബർ ഒന്നും അത്രയ്ക്ക് ക്രൂക്കഡൊന്നും അല്ല. അക്ബറിന് അവിടെ ഗെയിം കളിക്കുന്ന ഒരു നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അക്ബറിന്റെ ഗെയിം ചില സമയത്തൊക്കെ അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ നെവിനെ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ആ പ്രൊമോ ഒന്ന് കാണാന്ന് വെച്ചാൽ ഞാനിവിടെ ആ പ്രൊമോയുടെ ഭാഗങ്ങൾ കേൾപ്പിക്കാം. നമുക്ക് നോക്കാം ആ പ്രൊമോയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻസി ടാസ്ക്. എനിക്ക് കുറച്ച് നടക്കണം. എന്തിനാ വലിക്കുന്നേ? ഇങ്ങോട്ട് പോകണത് ഇരിക്കട്ടെ, എനിക്ക് ഇരിക്കണ്ടേ പിന്നെ. ഡിസേർവിംഗ് അല്ലാത്ത ഒരു വള്ളി പിടിച്ചോട് നടക്കുന്നുണ്ട്. നീ നിൽക്കുവോ പക്ഷെ ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് ഒരു കയ്യും കണക്കുമില്ലാത്ത രീതിയിലാണ് ഈ നെവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആര്യന്റെ കാര്യം പ്രത്യേകം പറയുവാണെങ്കിൽ പിന്നെ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടാം. എന്ന് വെച്ചാൽ ഈ കയറ് പിടിച്ച് നടക്കുമ്പോൾ നെവിൻ ആര്യം പറയുന്നുണ്ട് എനിക്ക് അവിടെ ഇരിക്കണം, അല്ലെ എനിക്ക് അവിടെ എനിക്ക് ഇന്നടത്ത് പോകണം, അല്ലെ എനിക്ക് വെള്ളം കുടിക്കണം, അല്ലെ അതുപോലെ തന്നെ അനുമോള് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കണം എന്നൊക്കെ. അതൊക്കെ അവർ 3 പേരുമുള്ള കാര്യം. എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ആ കൈ വിടിയിക്കുക എന്നുള്ളതാണ്. അവർ 3 പേരുമാണ് ആ ടാസ്കിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോഴും ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അനുമോളെ തന്നെയാണ്. പക്ഷെ ഇതൊന്നും വന്ന് ലാലേട്ടൻ ചോദിക്കത്തില്ല. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന ലാലേട്ടൻ ഇതൊന്നും കാണത്തില്ല. നെവിൻ ചെയ്യുന്ന പ്രവർത്തികൾ കാണത്തില്ല, ആര്യൻ ചെയ്യുന്ന പ്രവർത്തികൾ കാണത്തില്ല, അക്ബർ ചെയ്യുന്ന പ്രവർത്തികൾ കാണത്തില്ല.
ബാക്കിയുള്ളവർ അവിടെ എന്ത് ചെയ്താലും പുള്ളിക്ക് എടുത്തിട്ട് കുടയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവര് 3 പേര് എന്ത് ചെയ്താലും ഇവരെ ഒന്ന് തഴുകി തലോടിയൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ ജിസേല് ഉണ്ടായിരുന്ന സമയത്ത് ജിസേലിനെ ആയിരുന്നു തഴുകിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ജിസേൽ ഔട്ടായതിന്റെ ദേഷ്യം ലാലേട്ടനും ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസിനും ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞ ദിവസം ഷാനവാസിനോട് ഞാനൊന്ന് സംസാരിച്ചുകൂടെന്ന് പറഞ്ഞ് കൈ കാണിച്ചപ്പോഴാണ് ലാലേട്ടൻ ഒരുപാട് ദേഷ്യപ്പെട്ടത്. അതുപോലെ ഇന്ന് എത്ര പേര്, ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായി കാണും, എത്ര പേരാണ് കൈപൊക്കി ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസാരിക്കണം എന്ന് പറയുന്നത്. അപ്പോഴൊന്നും നമ്മൾ കണ്ടില്ല. അതുപോലെ തന്നെ ആര്യനോട് നിനക്ക് എന്താണ് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് എന്നിപ്പിച്ച് നിർത്തിയപ്പോഴത്തേക്ക് ആര്യം പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല, ഞാൻ അങ്ങനെ ഒരു രീതിയിൽ പറയുന്നത് കേട്ടു. അപ്പൊ അതൊന്നും ഷെയിമായിട്ട് തോന്നിയില്ല ലാലേട്ടന്. അത് തോന്നത്തില്ല. അത് അനുമോളോ ഷാനവാസോ അനീഷോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാക്കി അങ്ങ് മാറ്റി. എന്താ വെച്ചാൽ ഇവർക്ക് ആദ്യം മുതലേ നമ്മൾ ഈ സീസൺ തുടങ്ങിയത് മുതൽ നമ്മൾ കാണുന്നതാണ് ഈ അക്ബർ, ആര്യൻ, ജിസേൽ ഇവരോടൊക്കെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുപോലെ നെവിൻ ആദ്യമൊക്കെ നല്ലതായിരുന്നു, നെവിനെയും കുറച്ചൊക്കെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്നു. പക്ഷെ ഇപ്പോഴും നെവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നെവിൻ മറുപടി പറയാതിരിക്കുമ്പോൾ ലാലേട്ടൻ അവിടെ അപ്പോഴും തഴുകി തലോടിയാണ് വിടുന്നത്. എന്തോ അവനോട് സംസാരിക്കാൻ ഒരു പേടിയുള്ളത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു നെവിനോടൊക്കെ സംസാരിക്കാൻ. എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഒക്കുന്നിടത്ത് ഇത് ഒപ്പിക്കാം എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടില്ലേ, ഒക്കുന്നിടത്ത് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ ഒക്കുന്നിടത്ത് മാത്രം കയറി അങ്ങ് അറ്റാക്ക് ചെയ്യുന്ന ഒരു ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രൊമോയെ കുറിച്ചാണ് പ്രത്യേകം സംസാരിക്കുന്നത്. ഈ പ്രൊമോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും വെൽ ടാർഗറ്റഡ് ആണ് അതിനകത്ത് അനുമോള്. എന്നുവെച്ചാൽ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും കൂടുതൽ നെവിൻ, അത് നേരത്തെ നെവിൻ പറയാറുണ്ട് എന്റെ ടാർഗറ്റ് ഈ പറയുന്ന അനുമോളാണ്. അതിന് കാരണമുണ്ട്. ഈ കാരണം നെവിനോട് അങ്ങോട്ട് പോയിട്ട് അനുമോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയോ ഇതുവരെയും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നെവിനാണ് ആരുടെ വിഷയം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഈ അനുമോളോട് പോയി ഒരു ഉടക്കുണ്ടാക്കി അനുമോളെ ഒന്ന് വഴക്കുണ്ടാക്കി വിടണം എന്ന് പല സാഹചര്യങ്ങളിലും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ നെവിൻ അവിടെ ടാസ്ക് കളിക്കാതെ പോയി ഇരുന്ന് ചപ്പാത്തി തിന്നാലും ഇതൊന്നും ലാലേട്ടൻ കാണത്തില്ല, ചോദിക്കത്തില്ല. അപ്പൊ അവൻ ഇതൊരു വളമായി. ഞാൻ എന്ത് ചെയ്താലും എന്നോട് ആരും ചോദിച്ചാൽ ഞാൻ അവിടെ പോയി ഒരു പൊട്ട് കളിച്ചാൽ പോരെ. നമുക്ക് തോന്നും ചില സമയത്ത് നമുക്കൊന്നും ഇതിന് വട്ടുണ്ടോ എന്ന് തോന്നും. സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ എന്തെങ്കിലും മെന്റലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. ആ രീതിയിലൊക്കെ ഇവൻ പെരുമാറുന്നു. അപ്പൊ ലാലേട്ടൻ, എനിക്ക് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ തോന്നിയത് ലാലേട്ടനെ പോലെ ഇവരോട് സംസാരിക്കാൻ തോന്നുന്നില്ല എന്നുള്ളൊരു ഇതിൽ എനിക്ക് എന്തോ അവനെ വിളിക്കുന്നു, സംസാരിക്കുന്നു, പോകുന്നു എന്നുള്ളതല്ലാതെ അവനോട് ലാലേട്ടന് സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ആ താല്പര്യം ഇല്ലെങ്കിൽ തന്നെ ലാലേട്ടൻ അവന്റെ ഫോൾട്ടുകൾ എടുത്ത് കാണിക്കുന്നില്ല. ലാലേട്ടൻ പ്രത്യേകിച്ച് ഈ പറഞ്ഞ നെവിൻ ചെയ്യുന്ന ഫോൾട്ടുകളോ ഒന്നും ലാലേട്ടൻ കാണത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകം ചില ആൾക്കാരുടെ ഫോൾട്ടുകൾ മാത്രം കാണുകയും അവരെ അതുപോലെ ഒന്ന് ക്രൂശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയാണ്, പറയേണ്ടത് പറയണം, പറയേണ്ടത് നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് എല്ലാവരോടും ഒരുപോലെ വേണം. ചിലർക്ക് മാത്രം പ്രത്യേക പരിഗണന, ചിലർക്ക് വേറൊരു പരിഗണന. അതെനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു അനുമോളെ എങ്ങനെയാണെങ്കിലും അവർ പുറത്താക്കാൻ നോക്കത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ അവിടെ ഇപ്പം താഴെ വീണ് കഴിയുമ്പോൾ അനുമോളുടെ കയ്യിൽ നിന്ന് അത് പോയാലും പോയില്ലെങ്കിലും അത് പോയി എന്നേ അവർ പറയത്തുള്ളൂ. മാക്സിമം പോയിരിക്കുക എന്ന് വെച്ചിട്ട് ലേഡിയാണ്, അത് എത്രമാത്രം ആ കയറ് പിടിച്ചു നിൽക്കും നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യമാണ്. പക്ഷെ നേരെയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ആ കയറിന്റെ മേളിലോട്ട് വീഴുന്നു, കയറ് തള്ളിയിടുന്നു, മുഖത്ത് വെള്ളം ഒഴിക്കുന്നു, ഇതൊക്കെ ഏത് ടാസ്കിലാണ് പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ നിയമത്തിലുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് പേരെ അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അവരെ എന്തെല്ലാം ചെയ്യാം? വെള്ളം കോരി ഒഴിക്കാം, പിന്നെ അവരെ പോയി പിച്ചാം, മാന്താം, നുള്ളാം. ഇതൊക്കെയാണോ അതുകൊണ്ട് ബിഗ് ബോസിന്റെ ആ ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നെവിൻ ഈ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. പക്ഷെ ഈ തെറ്റുകൾ ഇനി ബിഗ് ബോസ് എങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ല. ബിഗ് ബോസ് പിന്നെ അവിടെ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന ലാലേട്ടൻ പിന്നെ ഇതിനെപ്പറ്റി ചോദിക്കുന്നതെന്നും എനിക്ക് തോന്നുന്നില്ല. വരുമ്പം ചോദിക്കും ആ ക്യാപ്റ്റൻ ആരാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി, നിങ്ങൾ ക്യാപ്റ്റൻസിയിൽ വന്നത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കും. എന്നിട്ട് നെവിനെ വിളിച്ചിട്ട് നെവിനെ നീ അത് ചെയ്തത് ശരിയാണോ നെവിനെ എന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയും അത് ലാലേട്ടൻ ഞാൻ അതവിടെ എനിക്ക് ഇഷ്ടമല്ല ലാലേട്ടൻ, ഞാനത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനെ തന്നെ കുഴപ്പിച്ച് കളയും. അപ്പൊ ലാലേട്ടനും അത് എങ്ങനെ ഈ പണ്ടാരം വോട്ടെന്ന് വിചാരിച്ചിട്ട് ലാലേട്ടൻ പറയും അവിടെ ഇരി എന്ന് പറയും. ഇതാണ് നടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നെവിന്റെ തെറ്റുകൾ കൃത്യമായിട്ട് എടുത്തു കാണിച്ച് നെവിനെ ശകാരിക്കേണ്ട സമയത്ത് ശകാരിക്കണം. ഇത് അങ്ങനെയാണല്ലോ ആദ്യം മുതലേ. ഇപ്പം ജിസേലിനെ ആണെങ്കിലും ആര്യനെ ആണെങ്കിലും അക്ബറിനെ ആണെങ്കിലും അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാനവാസോ അനീഷോ അനുമോളോ ഈ പറയുന്ന ആദില, നൂറ, ഓക്കെ അവരാരെങ്കിലും ആണെങ്കിലും, അതുപോലെ ലക്ഷ്മിയെ ഇപ്പൊ അധികം പറയാറില്ല. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ലാലേട്ടന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സംസാരിപ്പിക്കാൻ ബീബിക്കും. എന്ന് വെച്ചാൽ അവർക്കെതിരെ പറയുമ്പോൾ ബീബിക്ക് എന്തോ ഒരു പ്രത്യേക സുഖം കിട്ടുന്ന പോലെ ഇവരെ സൂചിപ്പിക്കുകയും മറ്റവരെ മാക്സിമം ഇപ്പൊ ബീബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന നെവിനെ, അക്ബർ, ആര്യന് ഇവരെയൊക്കെ ഒന്ന് വെളുപ്പിക്കണം. അതുപോലെ തന്നെ അനീഷ്, ഷാനവാസ്, ഈ പറയുന്ന അനുമോള് ഇവരെയൊക്കെ ഒന്ന് നെഗറ്റീവ് ആക്കണം. ഇനിയുള്ള കളികൾ മൊത്തവും
ഇനി വരുന്ന കളികളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും ഇതൊക്കെ തന്നെ നടക്കാൻ പോകുന്ന. ഇവരെ 3 പേരെ പക്ക നെഗറ്റീവ് ആക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവരെ പോസിറ്റീവ് ആക്കാൻ തന്നെ ശ്രമിക്കുന്ന ഒരു അങ്ങനെയുള്ള ടാസ്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കാതെയും ഇരിക്കാം. ചില കണ്ടസ്റ്റൻസിന്റെ ഒക്കെ നെഗറ്റീവ് മാത്രം വെളി വരുന്നതൊക്കെ നമുക്ക് കാണാം. മറ്റുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ പോസിറ്റീവ് മാത്രം വെളി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ലൈവിൽ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.